പൗഡർ ഇത്ര കൂടുതലിട്ടേക്കാം. ഇരുട്ടത്ത് അവൾ കാണാണ്ടിരിക്കണ്ട. ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട്? ഉറങ്ങാൻ പോണു. ഉറങ്ങാൻ പോണു. ചെറുപ്പം മുതൽ എന്റെ ശീലോ ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പ് ഇട്ട് കിടക്കുന്നത്. എന്തിന്? ഈ ഉറക്കത്തിൽ കിടന്ന് എന്തോരം മനുഷ്യന്മാരാണെന്ന് ചത്തുപോണത്. ഞാനും അങ്ങനെ ചത്തുപോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പട്ടണേക്ക് എടുക്കാനല്ല, നാട്ടുകാർക്ക് സൗകര്യവുമല്ല. സൗകര്യവും അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ, പൂജാരിക്കും സൗകര്യമാവുമല്ലോ. ഞാനേ പൂജാരിനെ വിളിച്ചിട്ട് സരോജും മാഡം ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്കുക ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? ആ, സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരി എന്നാ. അല്ല, എന്തെങ്കിലും പറയണോ? ഞാൻ പിന്നെ കണ്ടോളാം. ആ ശരി. പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണയുണ്ട് കൊള്ളി. ഇതെന്താണെന്നറിയോ? ശർക്കര പെരട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടമ്പൊരിയും തിന്നു. ഇനി വേറൊരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്തൊന്നും ഇങ്ങനെ നീട്ടിയേ. കെട്ടിക്കോളൂ. കെട്ടിക്കോളൂന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ട് ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ചാളായി. പക്ഷെ ഞങ്ങൾ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലിങ്ങി തന്നെ. എന്തിനും? അല്ല, പണത്തിനൊക്കെ എപ്പോഴാ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയമാകുമ്പോ ഞാൻ തിരിച്ചു തരാം കേട്ടോ. അത് ഗോൾഡ് ഗോൾഡാ. എന്ത് മുക്കൊണ്ടോണെന്ന്? അത് ശരി. അപ്പൊ പാവത്തിനെ പറ്റിക്കാനും കൂടി ആയിരുന്നല്ലേ പ്ലാൻ? അയ്യോ, ഒരിക്കലുമില്ല. അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, താലി കെട്ടുകയാണെങ്കിൽ അത് മുക്കുമണ്ടണ്ടായിരിക്കുമെന്ന്. കാരണം മുക്കുമണ്ട കേസ് ലാസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ചൊരു അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമണ്ടയ്ക്ക് അച്ഛനെ തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറെന്റ് മാൻ ആണ്. അപ്പൊ എങ്ങനെ? എന്ത്? പുറത്താരും പറയില്ല. പറഞ്ഞ? അയ്യോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെങ്ങിക്കേറാൻ പറഞ്ഞ? അപ്പൊ കേറും. ഇറങ്ങാൻ പറഞ്ഞ? ഇറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെല്ല്. ഇതോടെ കൊണ്ടുവയ്ക്കോ. എനിക്ക് വേണ്ട. എടി, ഗർഭിണികൾ പൊതുവെ പച്ചമാങ്ങയല്ലേ കഴിക്കാറുള്ളത്? അതെ. പിന്നെ നീ എന്താ മുങ്ങി നടന്നാലും നിന്നെ ഞാനൊന്ന് പൊക്കും. ഇത് വെച്ചാ പെട്ടെന്ന് ആളെ തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കും. കഴിഞ്ഞ തവണ നീ എന്നെ പഞ്ചാര വർത്താനത്തിൽ വീഴ്ത്തി. ഇനി നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ശരിക്കൊന്ന് പെരുമാറുന്നുണ്ട്. എന്നിട്ട് നിനക്ക് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ നിനക്ക് ഞാൻ വയറ് നിറച്ചു തരും. ഇപ്പൊ നിനക്ക് മനസ്സിലായടാ, വയറ് നിറക്കാൻ നിനക്ക് എന്റെ ഭാര്യ മാത്രമേ കിട്ടുള്ളൂ. എന്താടാ, എന്താ ഇവിടെ പ്രശ്നം? ഇവൻ എന്റെ ഭാര്യ അസഭ്യം പറഞ്ഞു സാർ. ആണോടാ? ഇല്ല സാർ. ഇല്ല സാർ. സാർ നിർബന്ധിക്കണേ പറയും. ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു. ഞാനല്ലേ ഏറ്റിരിക്കുന്നു സാർ. എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാം. വേണോ? പരാതി ഒന്നുമില്ല സാർ, ഇതുപോലെ വയറ് നിറച്ചും കൊടുത്താൽ മതി. എന്നാ പിന്നെ നിങ്ങൾ വെക്കോ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. അന്നേ ഡോക്ടർ പറഞ്ഞതാ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. അങ്ങോട്ട് നടക്കടി. സാറേ, ഞാൻ വികലാംഗൻ. എനിക്ക് 4 ഭാര്യ, അല്ല 1 ഭാര്യ 4 കുട്ടികളുള്ളതാ. വികലാംഗനായിട്ട് നിനക്ക് 4 ഭാര്യമാര് 4 മക്കളൊക്കെ ഉണ്ടല്ലേ? നീ വികലാംഗനായതുകൊണ്ടും അവർക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക. ഇനി മേലാൽ ഈ ഏരിയ കണ്ടുപോരുത് കേട്ടോ. വിട്ടോ വിട്ടോ, കേറൂ. കുറെ എണ്ണം വയറും പിറപ്പിച്ചിറങ്ങും മനുഷ്യന് പണിയുണ്ടാക്കാൻ. അവിടെ നീ തന്നെ ആണെങ്കിൽ നിന്നെ കൊന്നു കളയും പന്നി. ഞാൻ ഫാഷൻ ഷോക്ക്. നീ ഒന്നും മിണ്ടരുത്.
നീ കാരണം എനിക്ക് അടിയുടെ പെരുന്നാളായിരുന്നു. മര്യാദക്ക് കാശല്ല. ചേട്ടാ എനിക്ക് പുതിയ ജോലി കിട്ടി. ചേട്ടാ ഒരു മാസം കൂടി സമയം തന്നെ. നീ ഒന്നും മിണ്ടരുത്. മര്യാദക്ക് കാശല്ല പന്നി. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ. നീ ആരാ റിപ്പറോ? ഒരു വികലാംഗൻ മറ്റൊരു വികലാംഗന്റെ കുത്തിരി കയറി പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ റിപ്പറൊന്നും അല്ല. ഇവനെനിക്ക് കാശ് തരാനുള്ളതാ. അവന്റെ ഒരു കാശ് കുറച്ചു മുമ്പ് കൂടെ ഞാൻ നിന്നോട് പറഞ്ഞതുള്ളൂ. ശരീരം കേടാക്കണ്ടെങ്കിൽ സ്ഥലം വിട്ട് പോടാ. നിന്നെ കാണിച്ചു തരാടാ പന്നി. ആരാവൻ? എനിക്കറിയില്ല സാർ, തലയ്ക്ക് സുഖമില്ലാത്ത ഏതോ ഒരു പ്രാന്തനാ. മോന് സുഖമല്ലേ? സാറ് സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഭാര്യ മക്കളും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. സാർ ഇത് മക്കൾക്ക് കൊടുക്കണം. ഈ വികലാംഗ മാമന്റെ പ്രസന്റ് അത് പറയണം സാർ. പോട്ടെ സാർ. എന്തൊരു സ്നേഹമുള്ളൊരു പയ്യൻ. ഇതാണ് ദൈവം എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത്. എന്ത് പറ്റി സാറേ? പെട്ടെന്ന് കമ്മീഷണറാ നോർത്ത് പോയി. പോം അതെ മോച്ചായ മോനെ, ഈ പ്രോഗ്രാം ഇന്നലെ കഴിഞ്ഞതാട്ടോ. എന്തെങ്കിലും പോസ്റ്റ് അടിച്ച് തീർക്കണം. കാശ് മേടിക്കാനുള്ളതാണേ. അത് നമ്മുടെ ഹരി റിയാസ് അല്ലേ? ആ ഇവറ്റുകൾ ഇതുവരെ പോസ്റ്റ് ഒട്ടിക്കുന്ന ജോലി നിർത്തിയില്ലേ? കൺട്രി ഫെലോസ്. എന്തോ ഏയ് ഞാൻ വെറുതെ പറഞ്ഞു. നല്ല ആത്മാർത്ഥമല്ല കരിമാടിക്കുട്ട. കരിമാടിക്കുട്ടൻ നിന്റെ അച്ഛൻ ചച്ചോ. ഇതാരൊക്കെയാണ്? കോവമൊയിലാലിയാ? ഫെവിക്കോള് പോലെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ? അതല്ലേലും സ്നേഹമുള്ളവരാകുമ്പോ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അതെ, ഇവന് കൊടുത്ത കാർഡ് ഞങ്ങൾ കണ്ടു. കാലക്കിട്ടുണ്ട് കേട്ടാ. താങ്ക് യു. താങ്ക്സിലൊന്നും ഒതുക്കണ്ട. നല്ലൊരു ചെലവ് ചെയ്താൽ മതി. അത് മതി. ഇനിയും ചെലവിന്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ മുട്ടുകാല് തല്ലുപിടിക്കും ഞാൻ. പോട്ടളിയാ ഗോപ, നമുക്കേ സ്വാമിനാഥന്റെ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യണ്ടേ? നമുക്കാ ഒറ്റയ്ക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ മതി. അന്ന് ബെറ്റ് വെച്ചിട്ട് പോയതല്ലേ? ആ, ഞാൻ ചില സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവമേ, അത് പാളി പോണേ. പോ ഗോപ. കോപ്പാന്നാ ഗോപാന്ന്. ആ സരോജം, നീ ആ കണ്ണം നിറച്ചേ. അശ്ശേ, ഇവിടെ വെച്ച് വേണ്ട, ആരെങ്കിലും കാണും. അയ്യോ അതിനല്ല, നീ ആ കണ്ണം കറച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടിയേ. ശരി, കണ്ണടച്ചു, കൈ നീട്ടി. ഇന്നാ നീ ചോദിച്ച സാധനം. ഹായ്, മൊബൈൽ ഫോൺ. ഇതിന് ഹാൻഡ്സ് ഫ്രീ കിട്ടിയില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ദേ, hands. ഇതല്ല, മറ്റേ ഹാൻഡ്സ് ഫ്രീ. ആ ഹാൻഡ്സ് കടക്കാരൻ ഫ്രീ ആയിട്ട് തന്നതാണ്. എന്റെ പോക്കറ്റും ഫ്രീ ആയി. വൈദ്യണ്ണ, നമ്മുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ സരോജം? ഗോപ, ഞാനൊരു സർപ്രൈസ് കാണിച്ചേരട്ടെ? എന്താ? അങ്ങോട്ട് നോക്കി. വൈദ്യണ്ണ മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ? ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കയ്യിൽ കിട്ടട്ടെ, ശരിയാക്കി തരാ ഞാൻ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി. ഇത്രയും നാൾ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പും അഭിനയിക്കായിരുന്നല്ലേ? എന്താ പറയണ നോക്കാം. വേണ്ട ഗോപ. താൻ പാടോ, ഇതൊക്കെ ഒരു രസമല്ലേ? ആ കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാരടിക്കുന്നവനാ. എൻജോയ് മനസ്സിലായല്ലോ? എന്ത് പറ്റി? തല തല്ലി പൊളിക്കണം. എന്റെ അല്ലടാ, അവന്റെ. ഓ ഇനി അവൻ ആരും പറ്റിക്കരുത്. ചെല്ലി. സരോജം, വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു എനിക്ക് എന്നും ആശ്വാസം. ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടതിന് കയ്യും കളക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യണ്ണ. ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ഇതിന്റെ ഇടക്ക് അവൻ മുങ്ങിയാ. ആരാ ഗോപാല? എനിക്കറിയില്ല, കണ്ടിട്ട് സരോജത്തിന്റെ ആംഗ്ലയാന്ന് തോന്നണേ. വാ പോവാ. അങ്ങനെ പോകട്ടെ. നോക്കി നിൽക്കാണ്ട് ഇവിടെ തല തല്ലി പൊളിക്കണം. എടാ പന്നിനെ ഓടിച്ചിട്ട് പിടിക്കണ നിന്നോടല്ലടാ.